السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولكل أمة أجل فإذا جاء أجلهم لا يستأخرون ساعة ولا يستقدمون. صدق الله العلي العظيم. قال النبي صلى الله عليه وسلم: نعمتان مغبون فيهما كثير من الناس، الصحة والفراغ. صدق رسول الله صلى الله عليه وسلم. ഏറ്റവും ബഹുമാനം നിറഞ്ഞ സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, നാം ചെയ്യുന്ന ഓരോ സൽക്കർമ്മങ്ങളും അല്ലാഹു തആല സ്വാലിഹായ അമലായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയിട്ടുള്ള എല്ലാ അപരാധങ്ങളും അല്ലാഹു തആല അവൻ്റെ ഔദാര്യം കൊണ്ട് പുറത്ത് മാപ്പാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ളവരെ, സമയം നാം എല്ലാവരും പറയാറുണ്ട്, സമയമില്ല സമയമില്ല എന്ന്. ഒന്നിനും സമയമില്ല. ഇതാണ് നമ്മുടെ സാധാരണ ഉപയോഗിക്കാറുള്ള പദം. ഈ സമയം എന്ന് പറയുന്നത് അൽ വഖ്തു മിഖ്ദാറുൻ മിനസ് സമനി നഈശു ഫീഹി ലികുല്ലി അജലിൻ മുഖദ്ദറുൻ ഫിദ്ദുനിയാ. കാലഘട്ടത്തിലുള്ള ഒരു അളവുകോല് മാത്രമാണ് സമയം എന്ന് പറയുന്നത്. കാലഘട്ടത്തിൻ്റെ ഒരു അളവുകോലാണ് സമയം. എന്നാൽ ഓരോ നിർണയിക്കപ്പെട്ട വസ്തുവിനും ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഒരു കാലാവധിയുണ്ട്. എല്ലാത്തിനുണ്ട് കാലാവധി. ജനിച്ചാൽ മരിക്കും, അതേപോലെ നിർമ്മിക്കപ്പെട്ടാൽ അത് നാശമാകും. ഇത് ദുനിയാവിൻ്റെ ഒരു സ്വഭാവത്തിൽപ്പെട്ടതാകുന്നു. സൃഷ്ടികളാകുമ്പോൾ ജനിക്കും, ജനിച്ചാൽ മരണമുണ്ട്. അതേപോലെ തന്നെ വേറെ വല്ല വസ്തുക്കളാകുമ്പോൾ നിർമ്മിക്കപ്പെടും, അതിൻ്റെ കാലാവധി തീരുമ്പോൾ അത് നാശമാകും. അപ്പോൾ എല്ലാത്തിനും കാലാവധിയുണ്ട് എന്ന് മനസ്സിലായി. ഈ കാലാവധി നല്ല നിലക്ക് ഉപയോഗിക്കണം എന്നതാണ് ബുദ്ധി നമ്മളോട് ആവശ്യപ്പെടുന്നത്. അല്ലാഹ് പറയുന്നു: വലികുല്ലി ഉമ്മത്തിൻ അജലുൻ ഫഇദാ ജാഅ അജലുഹും ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ. വലികുല്ലി ഉമ്മത്തിൻ അജൽ. എല്ലാ വസ്തുവിനും, എല്ലാ സമുദായങ്ങൾക്കും, എല്ലാ ജീവജാലങ്ങൾക്കും, എല്ലാവർക്കും എന്തുണ്ട്? ഒരു അജൽ, ഒരു കാലാവധിയുണ്ട്. എന്നാൽ ഫൈദാ ജാഅ അജലുഹും, ആ കാലാവധി എത്തിക്കഴിഞ്ഞാൽ ലാ യസ്തഖിറൂന സഅ, ഒരു സെക്കൻഡ് പോലും പിന്തിക്കൂല. വലാ യസ്തഖ്ദിമൂൻ,
ഒരു സെക്കൻഡ് പോലും മുന്തിക്കുകയും ചെയ്യില്ല. അപ്പോൾ ആ കാലാവധി തീർന്നാൽ മുന്തിക്കുകയോ പിന്തിക്കുകയോ ചെയ്യില്ല. ഇൻ്റർനെറ്റ് തീർന്നാൽ അവിടെ അവസാനിക്കും. 100% ഡൗൺലോഡ് പൂർത്തിയാവുള്ളൂ. 95 അവസാനിച്ചാൽ ഡൗൺലോഡ് അവിടെ നിൽക്കും അല്ലേ? ഇതേപോലെയാണ് നമ്മുടെ ആയുസ്സിൻ്റെ അവസ്ഥയും. 35 വയസ്സ് വരെ അല്ലാഹു തആല ആയുസ് തന്നിട്ടുണ്ടെങ്കിൽ 35 വർഷം അങ്ങ് പൂർത്തിയായാൽ, കാമിലായാൽ അവിടെ അവസാനിക്കും. പിന്നെ അതിന് ശേഷം അവൻ ഭൂമി ലോകത്ത് ഉണ്ടെങ്കിൽ ഒരു തുള്ളി വെള്ളം ഇറങ്ങില്ല, ഭക്ഷണം ഇറങ്ങില്ല, സംസാരം ഉണ്ടാവില്ല. കാരണം അവൻ്റെ ആയുസ് കഴിഞ്ഞിരിക്കുന്നു. ഇനി അവൻ മരിക്കലാണ്. അപ്പം അതുകൊണ്ട് ഉള്ള ആയുസ്സിലെന്ത് വേണം? നന്മ ചെയ്തു വെക്കണമെന്ന്. അതാണ് നമ്മുടെ പുതിയ വർഷത്തിൽ നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. മുൻ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്, ഒരു വർഷം കഴിഞ്ഞുപോയി, പുതിയ വർഷം തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി നമ്മുടെ ഈ ആയുസ് പുതിയ വർഷം അഥവാ ഹിജറ പുതിയ വർഷം 1447 ഈ 1447 ദുൽഹിജ്ജ വരെ നമ്മുടെ ആയുസ് ഉണ്ടാകുമെന്ന് നമുക്കൊരു ഗ്യാരണ്ടിയില്ല. അഥവാ നമ്മുടെ അവധി എത്തിക്കഴിഞ്ഞാൽ ഫൈദാ ജാഅ അജലുഹും ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ. ഒരു സെക്കൻഡ് പോലും മുന്തിക്കലോ പിന്തിക്കലോ ചെയ്യില്ല. അപ്പോഴത്തേനും നമ്മുടെ മരണം അവിടെ കഴിഞ്ഞിരിക്കും, നമ്മുടെ കാലാവധി കഴിഞ്ഞിരിക്കും. അപ്പം എല്ലാത്തിനും എന്തുണ്ട്? മരണമുണ്ട്. എല്ലാതും മരണപ്പെടും. വസ്തുക്കളാണെങ്കിൽ അവർക്ക് നാശമുണ്ട്, വസ്തുക്കൾക്ക് നാശമുണ്ട്. സൃഷ്ടികളാകുമ്പോൾ അവർക്ക് മരണമുണ്ട്. എല്ലാവർക്കുമുണ്ട് മരണം. എന്നാൽ മരണമില്ലാത്തവരായി ആരും തന്നെ ഇല്ല. അഥവാ മരണം ഇല്ലാത്തവരായി ആരെങ്കിലും ഉണ്ടോ? അവർ ജനിക്കുന്നുമില്ല. അല്ലാഹു പറയുന്നു, കുല്ലു മൻ അലൈഹാ ഫാൻ. എല്ലാം നശിക്കുന്നതാണ്, എല്ലാം മരണപ്പെടുന്നതാണ്. എന്നാൽ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. അല്ലാഹ് മാത്രം ബാക്കിയാകും. അല്ലാഹു തആല മാത്രം ബാക്കിയാകും. ബാക്കി എല്ലാ വസ്തുക്കളും എന്ത് ചെയ്യും? കാലാവധി തീരും. അതിന് നമ്മൾ നശിക്കുക എന്ന് പറഞ്ഞാലും മരിക്കുക എന്ന് പറഞ്ഞാലും ഇനി കേടുവന്നു എന്ന് പറഞ്ഞാലും എന്താണെങ്കിലും അതിൻ്റെ കാലാവധി കഴിഞ്ഞാൽ പിന്നീട് അത് പ്രവർത്തനരഹിതമാവും, പ്രവർത്തിക്കാൻ പറ്റില്ല. എന്നാൽ അല്ലാഹു തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ നോക്ക്. വഹുവ അൻഫുസു നിഅമില്ലാ. അത് അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങളാണ്. അല്ലാഹു നമുക്ക് നൽകിയ സമയങ്ങൾ. അതെന്താണ്? അല്ലാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളാണത്. ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തലാണ് ബുദ്ധി നമ്മളോട് പറയുന്നത്. റസൂലുള്ളാഹി തങ്ങൾ പറയട്ടെ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിഅമതാനി മഗ്ബൂനും ഫീഹിമാ കസീറും മിനന്നാസ്. 2 അനുഗ്രഹങ്ങളുണ്ട്. ഈ 2 അനുഗ്രഹങ്ങൾ ജനങ്ങൾ വിസ്മരിക്കപ്പെടുന്നു. ഏതൊക്കെയാണത്? ഫീഹിമാ കസീറും മിനന്നാസ്. അത് അധിക ജനങ്ങളത് മെയിൻഡാക്കണില്ല, ശ്രദ്ധിക്കണില്ല. അതാണ് 2 വിഷയങ്ങൾ. ഏതെല്ലാമാണ് ആ 2 കാര്യങ്ങൾ? ഒന്ന്
അസിഹത്തു, 2 വൽ ഫറാഗ്, ആരോഗ്യമുള്ള സമയം. മറ്റൊന്ന് ഒഴിവ് സമയം. എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ സമയമില്ല ഇല്ലേ എന്ന് പറയുന്നില്ലേ? അത് വിഷയം ഇതാണ്. എങ്ങനെ? അല്ലാഹു തആല നമുക്ക് നന്മ ചെയ്യുവാനുള്ള ഒരു തൗഫീഖ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്മ ചെയ്യാൻ കഴിയും. ഇല്ലെങ്കിലോ നമ്മൾ പറയും സമയമില്ല, ഒഴിവ് കിട്ടണ്ടേ, സമയം വേണ്ടേ എന്ന് നമ്മൾ പറയും. അപ്പോൾ സൽക്കർമ്മങ്ങൾ നാം ചെയ്യാൻ അള്ളാഹുവിൻ്റെ തൗഫീഖ് വേണം. ആ തൗഫീഖിന് വേണ്ടി നാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. നമ്മുടെ സ്വഭാവങ്ങൾ, പെരുമാറ്റങ്ങൾ എല്ലാം നന്നാക്കണം. എന്നാൽ മാത്രമാണ് അള്ളാഹു ഇതിനെല്ലാം തൗഫീഖ് നൽകുകയുള്ളൂ. അള്ളാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.